ഭാഗം 39 തുടരുന്നു. തന്റെ മുന്നിൽ കണ്ട പേപ്പറുകളിൽ ഒപ്പിടുമ്പോൾ പോലും കേദാറിന്റെ അച്ഛനായ മാധവന്റെ കൈകൾ വിറച്ചില്ല. പക്ഷേ കണ്ണുകൾ നിറഞ്ഞു. കാഴ്ചകൾ മങ്ങുന്നു എന്ന് മനസ്സിലാക്കിയതും പെട്ടെന്ന് അവയെ തുടച്ചുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. കുറച്ചു നിമിഷം നിന്നു. എന്നിട്ട് റൂമിൽ മയങ്ങി കിടക്കുന്ന കേദാറിന്റെ അമ്മയായ സാവിത്രിയുടെ അരികിലേക്ക് ചെന്നു. അദ്ദേഹം ചെല്ലുന്നത് കണ്ടത് മിയ അവർക്കരികിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ സൈഡിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. അവർക്ക് അരികിലേക്ക് വരുമ്പോൾ നേരത്തെ നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. മാധവൻ, എന്താ പറയുന്നത് മാധവേട്ടാ? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കണമെന്നോ? നടക്കില്ല, നടക്കില്ല. മോളോ പോയി. ഇനി എനിക്കുള്ളത് അവനാണ്. സമ്മതിക്കില്ല ഞാൻ. അലറിക്കരഞ്ഞുകൊണ്ട് അവർ അയാളുടെ നെഞ്ചിലേക്ക് തളർന്നു വീണു. അവരെ നെഞ്ചിൽ ചേർത്ത് കരയുമ്പോൾ ആ മനുഷ്യൻ അത്രയും നേരം കൂട്ടിവെച്ച് തന്റെ മനസ്സ് കൈവിട്ടു പോകുന്നതറിഞ്ഞ് അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് മിയ തളർച്ചയോടെ കണ്ണുകൾ അടച്ചു. തന്റെ പൊഴിയുന്ന കണ്ണുകളെ തുടയ്ക്കാൻ ആകാതെ, സാവിത്രി, മോളെ. അയാൾ അവരെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ഏട്ടാ, നമ്മുടെ മക്കൾ എന്തിനു വേണ്ടിയാ നമ്മളിനി? അവർ വിതുമ്പുകയായിരുന്നു. എല്ലാം വിധിയാണ് സാവിത്രി. പക്ഷെ അവന്റെ ആഗ്രഹമല്ലേ? നമ്മൾ ഇതെങ്കിലും സാധിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ പോൽ മറ്റൊരാളിൽ കൂടിയെങ്കിലും ജീവിക്കട്ടെ സാവിത്രി. പറയുന്നതിനൊപ്പം തന്നെ വിങ്ങിപ്പൊട്ടിപ്പോയി അദ്ദേഹം. സാവിത്രിയാണ് എങ്കിൽ ഒന്നും തന്നെ ഇനി കേൾക്കാൻ സാധിക്കില്ല എന്ന പോലെ കണ്ണുകൾ അടച്ചു കിടന്നു. സമയം കുറിച്ച് കടന്നുപോയി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാധവനും സാവിത്രിയും അവരുടെ മകനെ അവസാനമായി കാണാനായി ഐസിയുവിനുള്ളിലേക്ക് ചെന്നു. അകത്തേക്ക് കയറി സാവിത്രി കണ്ടത് യന്ത്രങ്ങളുടെ സഹായത്തിൽ കിടന്ന് ശ്വാസമെടുക്കാൻ പാടുപെടുന്ന കേദാറിനെയാണ്. അവരുടെ ഉള്ളിൽ അവന്റെ ചെറുപ്പകാലം മൂടി. ചെറിയ മുള്ള പോലും കൊള്ളിക്കാതെ താൻ വളർത്തിയ തന്റെ മകൻ. ഇനിയും ആ കാഴ്ച കണ്ട് നിൽക്കാൻ കഴിയാതെ അവർ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ടു പറഞ്ഞു, മതി ഏട്ടാ, മതി. എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തണ്ട. അവനെ വേദനിപ്പിക്കാൻ വിടണ്ട. അവന്റെ ഇഷ്ടം നടക്കട്ടെ. സാവിത്രി അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പറഞ്ഞു. അയാൾ അവരെയുമായി പുറത്തേക്ക് പോകുമ്പോൾ മിയ കേദാറിനരികിലേക്ക് വന്നു. അവനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. പുഞ്ചിരി കൊണ്ട് സുന്ദരമായ മുഖം ഇനി കാണാൻ കഴിയില്ല. മിയ അവന്റെ അരികിലേക്ക് വന്നു. അവന്റെ നിറകിൽ ചെറു ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കും കേദാർ. നിന്റെ ആഗ്രഹം പോലെ നിന്റെ സഹോദരിയായി അവർക്കൊപ്പം. പറയാനാകാതെ മിയ ഇടറിയിരുന്നു. അവന്റെ നെഞ്ചിൽ തല ചായ്ക്കുമ്പോൾ നെഞ്ചു പൊട്ടുമാർ അലറിക്കരയാൻ അവൾക്ക് തോന്നി. അതിന് കഴിയാതെ അവൾ തളർന്നു പോയിരുന്നു. അപ്പോഴേക്കും അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനായുള്ള കാര്യങ്ങൾ ചെയ്യാനായി ഉള്ള ആളുകൾ അവിടേക്ക് വന്നു. അത് കണ്ടത് അവർ മിയയുടെ പുറത്തേക്ക് ഇറങ്ങാനും പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് മിയ ഒന്നുകൂടെ അവനെ നോക്കി. ജീവനോടെയുള്ള അവസാനത്തെ കാഴ്ച. ഇടർച്ചയോടെ മിയ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കൃഷ്ണയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു. മുന്നിലെ കാഴ്ചകൾ മറയുന്നതറിഞ്ഞ് മിയ പിടിക്കാനായി നോക്കിയെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല. അവൻ താഴേക്ക് പതിച്ചു. പക്ഷെ നിലത്തെത്തുന്നതിന് മുമ്പ് അവൾ ഒരു കൈകളിൽ സുരക്ഷിതയായിരുന്നു. കേദാറിന്റെ അച്ഛന്റെ കയ്യിൽ, സ്വന്തം മകൾ എന്ന പോലെ. പ്രത്യേക സർജറി സ്പെഷ്യലിസ്റ്റുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കേദാറിന്റെ ഹൃദയം കൃഷിയിലേക്ക് മാറ്റുകയായിരുന്നു. സർജറി സക്സസ് ആയി. കേദാറിന്റെ കണ്ണുകൾ അവർ അടയ്ക്കുമ്പോൾ ആ കണ്ണുകൾ കേദാറിന് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. മകന്റെ ചിത കത്തുമ്പോൾ മാധവൻ പൊട്ടിക്കരഞ്ഞുപോയി. മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് തന്നെയാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന. തളർന്നു കിടക്കുന്ന സാവിത്രിയെ ചേർത്ത് പിടിച്ച് നീ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു മകളുടെ കടമ ചെയ്യാനെന്ന പോലെ. ചടങ്ങുകളെല്ലാം പൂർത്തിയായതും ആളുകൾ പിരിഞ്ഞു പോയി തുടങ്ങി.
അപ്പോഴേക്കും നീ അവർക്കൊപ്പം നിന്ന് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നിന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അവൾ പോകാനായി തുടങ്ങിയപ്പോൾ സാവിത്രി അവളുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു, മോൾ, മോൾ എന്നെ എന്റെ കേതുവിന്റെ മിയക്കുട്ടി. കണ്ണീരോടെ ചോദിക്കുമ്പോൾ മിയ വേദനയോടെ തലയാട്ടി. അവർ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ മിയയും അറിയുകയായിരുന്നു ഒരമ്മയുടെ വാത്സല്യം. തിരികെ പോകാനായി കാറിൽ കയറുമ്പോൾ മാധവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മോളെ, നിന്നെ എനിക്കറിയാം, എന്റെ കേതുവിന്റെ മിയക്കുട്ടി. മോൾക്ക് പറ്റുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ വരണം. ഞങ്ങൾക്കിനി. മാധവൻ ഇടർച്ചയോടെ പറയുന്നത് കേട്ട് അവൾ പറഞ്ഞു, വേണ്ട അച്ഛൻ. അച്ഛന് തന്നെ ഞാൻ അനുവാദം ചോദിക്കാതെ വിളിക്കുകയാണ്. പക്ഷേ എനിക്കിപ്പോൾ പോണം കൃഷ്ണ. അവൻ അവിടെ. അവളൊന്ന് നിർത്തി. എന്നിട്ട് ഞാൻ തിരിച്ചു വരും, കേദാറിന്റെ ആഗ്രഹം പോലെ അവന്റെ മിയക്കുട്ടിയായി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇനി എന്നും നിന്ന പോലെ തുടരുന്നു.